മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 3 വെള്ളി. ഗസയിലെ ഇസ്രായേൽ സൈനികരാൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരി ഹിന്ദ് റജബിനെക്കുറിച്ച് പുറത്തിറങ്ങിയ ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശന അനുമതി നിഷേധിച്ച കേന്ദ്ര സെൻസർ ബോർഡ് ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന കേരള സ്റ്റോറി പോലുള്ള വിദ്വേഷ സിനിമകളോട് കണ്ണടക്കുകയാണ്. ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. മകളെ ഹിന്ദ് റജബ്, നിൻ്റെ ശബ്ദം അവരുടെ ഉറക്കം കെടുത്തട്ടെ. മോളെ, നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ കാറിനുള്ളിൽ, ബാക്കി എല്ലാവരും ഉറങ്ങുകയാണ്. അവർ ഉറങ്ങിക്കോട്ടെ മോളെ, നീ ശബ്ദമുണ്ടാക്കല്ലേ. ഇല്ല, അവരെല്ലാവരും മരിച്ചു. ഇവിടെ ചുറ്റിലും രക്തമുണ്ട്. എന്നെ തനിച്ചാക്കല്ലേ. ടാങ്ക് എനിക്കരികിലേക്ക് വരുന്നു. ദയവായി എന്നെ വന്ന് രക്ഷിക്കൂ. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ നിന്ന് മാത്രം ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയ 20,000-ലേറെ കുഞ്ഞുമക്കളിൽ ഒരുവരുടെ അന്ത്യനിമിഷത്തിലെ വാക്കുകളാണിത്. ഹിന്ദ് റജബ് എന്ന അവരുടെ പേരും കിൻഡർ ഗാർട്ടനിലെ അവസാന ദിവസമെടുത്ത കിന്നരി തൊപ്പി ധരിച്ച് നിൽക്കുന്ന ആ 6 വയസ്സുകാരുടെ ചിത്രവും ആരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോഴും. ഗസയിലെ തൽ അൽഹവയിൽ ഇസ്രായേലി സൈനിക ടാങ്കുകളാൽ ആക്രമിക്കപ്പെട്ട കാറിനുള്ളിൽ മരിച്ചു കിടന്ന ബന്ധുക്കൾക്കരികിൽ ഏകദേശം 3 മണിക്കൂറോളം ഒറ്റപ്പെട്ടു പോയ ഹിന്ദ് റജബിനെയും രക്ഷിക്കാനെത്തിയ സന്നദ്ധ പ്രവർത്തകരായ യൂസുഫ് സൈനോ, അഹമ്മദ് അൽ മദ്ഹൂൻ എന്നിവരെയും 2024 ജനുവരി 29 ഇസ്രായേൽ പ്രതിരോധ സേന കൊലപ്പെടുത്തുകയായിരുന്നു. സയനിസ്റ്റ് പട്ടാളം സൃഷ്ടിച്ച പ്രതിബന്ധങ്ങൾ മൂലം ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഉയിരറ്റ ഉടലുകൾ പോലും കണ്ടെടുക്കാനായത്. കുഞ്ഞു ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഹിന്ദ് റജബിനോട് പലസ്തീൻ റെഡ് ക്രസൻറ്റ് സൊസൈറ്റിയുടെ റാമല്ല എമർജൻസി കോൾ സെൻറ്ററിലെ റാന ഹക്കീഫും ഉമർ അൽഖമും നടത്തിയ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ കേട്ട തുനീഷ്യൻ സംവിധായിക കൗസർ ബിൻ ഹനിയയാണ് ഈ ശബ്ദം ലോകമൊട്ടാകെ കേൾപ്പിക്കണമെന്നും അതിക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരായ നിശബ്ദത വെടിയാൻ ലോകത്തെ പ്രേരിപ്പിക്കണമെന്നും തീരുമാനിച്ചത്. യഥാർത്ഥ ശബ്ദരേഖ ഉപയോഗിച്ചും എമർജൻസി കോൾ സെൻറ്ററിലെ സംഭവങ്ങൾ പുനർചിത്രീകരിച്ചും തയ്യാറാക്കിയ ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ് എന്ന ഡോക്യു ഡ്രാമയിലൂടെ അവർ ആ ദൗത്യം നിർവഹിക്കുകയും ചെയ്തു. ആദ്യമായി പ്രദർശിപ്പിച്ച വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് ജൂറി പുരസ്കാരത്തിന് അർഹമായ ചിത്രം അവിടെ അതിലും വലിയൊരു ബഹുമതിയും സ്വന്തമാക്കിയിരുന്നു. ഹിന്ദിൻ്റെ ശബ്ദം കരളിൽ പതിഞ്ഞ ചലച്ചിത്ര പ്രേമികളും വിഖ്യാത ചലച്ചിത്ര പ്രവർത്തകരും അടങ്ങുന്ന പ്രേക്ഷകർ 23 മിനിറ്റ് 50 സെക്കൻഡ് നേരമാണ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആദരവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചത്. ടൊറൻ്റോ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഉൾപ്പെടെ ഒട്ടനവധി വേദികളിൽ ഏറെ സ്വീകാര്യത നേടിയ ചിത്രം ഓസ്കാർ പുരസ്കാരത്തിനും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനത്തിന് മുമ്പായി മാർച്ച് ആദ്യവാരം ഇന്ത്യയിലും ചിത്രം പ്രദർശനത്തിനെത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വിഫലമായി. സിനിമയ്ക്ക് പ്രദർശന അനുമതി നൽകാൻ കേന്ദ്ര സെൻസർ ബോർഡ് വിസമ്മതിക്കുകയായിരുന്നു. രാജ്യത്ത് നടന്ന വിവിധ ചലച്ചിത്രമേളകളിലും നേരത്തെ സിനിമയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. സർക്കാരിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കാതെ കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. സിനിമയ്ക്ക് അനുമതി നിഷേധിക്കാൻ അധികൃതർ മുന്നോട്ട് വെച്ച വാദം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈകാരികതയുണർത്തുന്ന ഈ സിനിമയ്ക്ക് രാജ്യത്ത് പ്രദർശന അനുമതി നൽകുന്നത് ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ബാധിച്ചേക്കുമെന്നാണ് സെൻസർ ബോർഡിലെ ഒരംഗം വിതരണക്കാരെ അനൗദ്യോഗികമായി അറിയിച്ചത്. സെൻസർ ബോർഡിൻ്റെ ഈ കരുതൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൻ്റെ കാര്യത്തിൽ മാത്രമേയുള്ളൂ എന്ന് വേണം നാം മനസ്സിലാക്കാൻ. മുസ്ലിം സമുദായത്തെ പൈശാചികവൽക്കരിക്കാനും കേരള സംസ്ഥാനത്തെ അവമതിക്കാനും ലക്ഷ്യമിട്ട് വിദ്വേഷത്തിൻ്റെ സ്റ്റുഡിയോകളിൽ നിന്ന് പടച്ചുവിട്ട പച്ചക്കള്ളങ്ങളുടെ കേരള സ്റ്റോറികൾക്ക് അനുമതി ഒപ്പിട്ട് നൽകുന്നതിൽ ഈ പറഞ്ഞ സെൻസർ ബോർഡിന് ഒരുവിധ കൈവറച്ചിലോ മനസ്താപമോ ഇല്ലെന്ന് മറക്കരുത്. ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് സീസണോടനുബന്ധിച്ച് പുറത്തിറക്കാനായി വിദ്വേഷ സിനിമകൾ പലതും ഒരുങ്ങുന്നുണ്ട്. ആവിഷ്കാര അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ഞെരിച്ചില്ലാതാക്കുകയും വിദ്വേഷ പ്രസംഗകർക്കും വർഗീയ പ്രൊപ്പഗണ്ട ചലച്ചിത്രങ്ങൾക്കും അനുമതിയും അംഗീകാരങ്ങളും നൽകുകയും ചെയ്യുന്ന വർത്തമാനകാല ഇന്ത്യയിൽ ഇതുപോലൊരു ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചാലാണ് അത്ഭുതം എന്ന് വന്നിരിക്കുന്നു. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയാലും ഇല്ലെങ്കിലും ഹിന്ദ് റജബിൻ്റെ ശബ്ദം എക്കാലവും ഇവിടെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ക്ലാസ് മുറികളിലും എന്തിനേറെ ഗർഭലോകത്ത് പോലും സ്വൈരം അനുവദിക്കാതെ കുഞ്ഞുങ്ങളെ അറുകൊല ചെയ്യുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മകളെ ഹിന്ദ് റജബ്, നിൻ്റെ ശബ്ദം നിലക്കാതിരിക്കട്ടെ, ഓർമ്മകൾ മരിക്കാതിരിക്കട്ടെ. മാധ്യമം പോഡ്കാസ്റ്റ്.